ചേട്ടാ 2026 ഇലക്ഷനിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നത് ഈ പറയുന്ന UDF-നായിരുന്നു. UDF-ന് അധികം അത്ര വലിയ തർക്കങ്ങളൊന്നും വന്നിട്ടില്ല. തർക്കങ്ങൾ കൂടുതലും കേട്ടിരുന്നത് LDF-നെ സംബന്ധിച്ചാണ്. പക്ഷേ ഇപ്പോൾ തവനൂരിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം വന്നിരിക്കുകയാണ്. അവിടെ മത്സരിക്കുന്നത് നമ്മുടെ UDF-ന് വേണ്ടി മത്സരിക്കുന്നത് BJP-യിൽ നിന്നും UDF-ലേക്ക് ചെന്ന് ചേർന്ന സന്ദീപ് വാര്യരാണ്. അപ്പം സന്ദീപ് വാര്യർ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതേ സ്ഥാനത്ത് BS ജോയിയോ അജയ് മോഹനോ വേണമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ലീഗിന് താല്പര്യം നമ്മുടെ സന്ദീപ് വാര്യരെയാണ്. ഈ സന്ദീപ് വാര്യർക്ക് മത്സരിക്കാനായിട്ട് പാലക്കാടോ ഷൊർണൂരോ ഒക്കെ ഉണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് തവനൂര് തന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യർ മത്സരിക്കണം എന്ന് UDF വാശി പിടിക്കുന്നു എന്നതാണ് എൻ്റെ സംശയം. അത് പ്രശാന്ത്, ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ്, അതായത് രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച സമയത്ത് ഇപ്പോൾ ഒരു വർഷം മുമ്പ് നടന്ന പാലക്കാട് ഒരു വർഷം 1.5 വർഷം ആകുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ ആ ഉപതെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടം മത്സരിക്കാനായി ഇറങ്ങുമ്പോഴാണ് പാലക്കാട് കൃഷ്ണകുമാറിനെ BJP സ്ഥിരം സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ. അതായത് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പാലക്കാട് വന്നാലും കൃഷ്ണകുമാർ എന്ന മുഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണകുമാർ മത്സരിച്ചാൽ തോറ്റുപോകുമെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൃഷ്ണകുമാറിനെ ഇനി നിർത്തുന്നതിൽ എന്ത് കാര്യം എന്ന രീതിയിൽ ഒരു എതിർ ശബ്ദമായി വന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ എന്ന് പറയുമ്പോൾ ഒരു ക്രൗഡ് പുള്ളർ തന്നെയായിരുന്നു, ഒരു കറകളഞ്ഞ RSSകാരനായിരുന്നു. ഈ RSSകാരനായതുകൊണ്ട് തന്നെ നമ്മൾ ചാനൽ ചർച്ചകൾ ഡിബേറ്റുകളിലൊക്കെ തന്നെ കോൺഗ്രസിലെ നമ്മളെ ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള നമ്മുടെ അറിയപ്പെടുന്ന എല്ലാവരും പങ്കെടുക്കുന്ന ഡിബേറ്റ് ചർച്ചകളിലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പേറ്റ് നടത്തിയിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരിനെ എനിക്കിഷ്ടമാണ്, ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയും നമുക്ക് ഇഷ്ടമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവർ പറയുന്ന പോയിന്റുകളിൽ ഡിബേറ്റുകൾ കേൾക്കാൻ ഏറ്റവും സുഖമാണ്. കാര്യം ഈ രാഷ്ട്രീയത്തിന്മേലുള്ള ആദർശം കൂടുമ്പോഴുള്ള തർക്കം കേൾക്കാൻ ഭയങ്കര രസകരമായ കാര്യമാണ്, ഒരു ത്രില്ലാണ്. അതായത് ആശയവും തിരിച്ചുള്ള ആശയവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പോരാട്ടം. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് സന്ദീപ് വാര്യർ അങ്ങനെ BJP പാളയത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ച ഒരു നീക്കമല്ല. ഒരുവേള CPM വരെ AK ബാലൻ വരെ സന്ദീപ് വാര്യരെ ക്ഷണിച്ചതാണ്. അപ്പോൾ നമ്മൾ തലയെ കൈവച്ചു, ദൈവമേ സന്ദീപ് വാര്യർ ഇനിയിപ്പോൾ ഈ ആഴക്കടലിലേക്ക് എടുത്ത് ചാടുവോ, ഏത് ആഴക്കടലിൽ CPM-ലേക്ക് എടുത്ത് ചാടുവോ എന്ന് നമ്മൾ തലയെ കൈവച്ചിരുന്നു. കാര്യം AK ബാലനൊക്കെയാണ് പ്രസ്താവന നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ അന്ന് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് പോയ ശേഷം അദ്ദേഹത്തിന് കോൺഗ്രസിൽ കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിനെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം. സന്ദീപ് വാര്യരെ അവരിപ്പോഴും കൂടെ തന്നെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശാന്ത് ചോദിച്ച ആ ഒരു സംശയം നമുക്കിവിടെ ചോദിക്കേണ്ടി വരും. എന്തുകൊണ്ട് സന്ദീപ് വാര്യർ ഈ പറയുന്ന രീതിയിൽ തവനൂര് മത്സരിക്കണം? അദ്ദേഹത്തിന് മത്സരിക്കാൻ പാലക്കാട് വേറെ സീറ്റില്ലേ? തവനൂർ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരെയും പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല. ഇപ്പോൾ KT ജലീൽ എന്ന് പറയുന്ന CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ലീഗിൽ നിന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എതിർത്തുകൊണ്ട് കയറി വന്ന ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനായി വന്ന KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കായിരുന്നു. അല്ല, പക്ഷേ ഇവിടെ ഈ KT ജലീലിനെ മത്സരിപ്പിക്കണമെന്ന് KT ജലീലാണ് സ്ഥാനാർത്ഥിയെന്ന് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി KT ജലീലാണെന്നിരിക്കെ അവിടെ ബഷീർ കൂട്ടായി, ഞാൻ ആ പേരൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്, ബഷീർ കൂട്ടായി, പിന്നെ VP സാനുവിനെ അറിയാം, SFI വഴി അവിടുത്തെ ഏരിയ കമ്മിറ്റി നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്താണെങ്കിലും VP സാനു SFI പ്രവർത്തകനായിട്ട് വന്നിട്ടുള്ളതാണ്. VP സാനു അറിയപ്പെടുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന, അല്ല നല്ല രീതിക്ക് അറിയപ്പെടുന്ന നേതാവാണ്. പക്ഷേ ജലീലിനുള്ള ഒരു വിജയ സാധ്യത അവിടെ ഈ പറയുന്ന അതാണ് ഞാൻ പറഞ്ഞു വന്ന പ്രശാന്ത്. അതായത് ജലീൽ എങ്ങനെ സ്ഥാനാർത്ഥിയായി ജലീൽ തുടക്കത്തിലെ തന്നെ പറഞ്ഞു, ഈ ഇലക്ഷൻ ഇതിന്റെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴുള്ള ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ജലീൽ പറഞ്ഞിരുന്നു, ഞാൻ ഇനി മത്സരത്തിനില്ല, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, ഞാൻ എൻ്റെ മകൻ്റെ കൂടെ വിദേശത്തേക്ക് പോവുകയാണ്, എനിക്കിനിയിപ്പം വയ്യ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അവിടെ ഇപ്പോൾ ഈ പറയുന്ന LDF-കാരെല്ലാവരും കൂടെ അതായത് CPM-ന്റെ നേതാക്കൾ തന്നെ ജലീലിനെ വിളിക്കുന്നു, അത് സംസാരിക്കുന്നു, ജലീൽ മത്സരിക്കണമെന്ന് പറയുന്നു, ജലീൽ തന്നെ ഇവിടെ മത്സരിച്ചാലേ കിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായ സംശയം, ജലീൽ മത്സരിച്ചാൽ കിട്ടുമെന്ന് CPM അത്രയും ഉറപ്പിക്കുമ്പോൾ എന്തിന് സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കാൻ പോകണം? ഈ സന്ദീപ് വാര്യരായിട്ടുള്ള കുറച്ച് അതൊരു ചതിക്കുഴിയല്ലേ? അല്ല, ചതിക്കുഴി ഈ പറയുന്ന ലീഗ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച പാരമ്പര്യമുള്ള ആളാണ് ഈ ജലീൽ. അതെ ചേട്ടാ, പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് ഒരു ഓറയുണ്ട്. പ്രശാന്ത്, ഒരു കാര്യം ഓർക്കണം, ഈ പറയുന്ന ലീഗിന്റെ
സമുന്നത നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിച്ച ആളാണ് ജലീൽ. അപ്പൊ അവിടെ ഇദ്ദേഹം ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇത്രയും നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറയുന്നില്ല അക്കൗണ്ട്പുള്ളറായ ഒരു നേതാവിനെ ലീഗിന്റെ സ്ഥാനാർത്ഥി തോൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ തവനൂർ ലീഗിന്റെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തവനൂരിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ തവനൂരിന്റെ ലീഗ് എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് ചെയ്യുന്ന കരുതുന്നു. ഞാൻ ചോദിക്കുന്നതാണ്, എനിക്ക് ഈ തവനൂരിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഈ തവനൂരിന്റെ രാഷ്ട്രീയ കാറ്റ് ഏത് പക്ഷത്തോട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ രാഷ്ട്രീയ കാറ്റ് ഒന്നും പറയാനില്ല. അതിനി അവിടെ ആര് മത്സരിച്ചിരുന്നാലും ഈ ജലീലിന്റേതായ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടെന്നാണ് എന്റെ കേട്ടറിവാണ് ഞാൻ പറയുന്നത്. കാര്യം എനിക്ക് അവിടെ പോയി പരിചയമില്ല. കാര്യം കോഴിക്കോട് വർക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. മലപ്പുറത്ത് ഈ പറയുന്ന അപ്പം ചേട്ടൻ പറഞ്ഞു വരുന്നത് സന്ദീപ് വാര്യരെ പോലെ ഒരു ക്രൗഡ് പുള്ളർ അവിടെ ആവശ്യമില്ല. ഈ BS ജോയിയോ ആവശ്യമില്ലെന്നല്ല ഞാൻ മതിയാകും അല്ല പ്രശാന്ത്, അത് അവരുടെ തീരുമാനം. ആവശ്യമില്ലെന്ന് പറയാൻ നമ്മളാളെ ചോദിച്ചത് ഒരു ഔട്ട് സ്റ്റാൻഡർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. ചേട്ടൻ പലപ്പോഴും ചേട്ടന്റെ ഡിബേറ്റുകളിൽ ചേട്ടൻ പറയാറുള്ളതാണ് ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നത് പാലക്കാട് അദ്ദേഹത്തിനെ നിർത്തിക്കൂടെ. എന്റെ സംശയമാണ് പാലക്കാട് അദ്ദേഹം കുറച്ചുകൂടി വിജയ സാധ്യത ഉണ്ടായിരുന്നു. ഇത് പക്ഷേ അവിടെ BS ജോയിയോ അല്ലെങ്കിൽ അജയ് മോഹനോ ജോയി നിർത്തണം. ജോയി അവിടെ നാട്ടുകാരനാണ്. ജോയി മത്സരിക്കട്ടെ. ജോയി അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹത്തിന് നിലമ്പൂർ ജോയിയുടെ പേര് പറഞ്ഞു കേട്ടാണല്ലോ. ജോയി അന്ന് ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന് അതിന്റെ പകരം പേര് കേട്ടത് ജോയിയുടെ ആയിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആര്യാടൻ ഷൗക്കത്തിനെ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ നിലമ്പൂര് അദ്ദേഹം ഇപ്പൊ ഈ ഇത്രയും കാലയളവിൽ MLA ആയിരുന്നല്ലോ, അദ്ദേഹത്തിനെ മാറ്റിട്ട് ജോയിയെ നിർത്തും. ഇത് ഒരു സജഷനാണ് നമ്മുടെ. ആര്യാടൻ വിട്ടുകൊടുക്കണ്ടേ? ആര്യാടൻ ഈ പറയുന്ന പോലെ ഈ ഒരു വർഷമേ ഉള്ളെന്നാണ് പാർട്ടി തീരുമാനം എന്നാണ് എന്റെ കേട്ടറിവ്. ആര്യാടൻ ഷൗക്കത്ത് ഇനിയിപ്പോ മത്സരിക്കേണ്ട കാര്യമില്ല. ജോയി മത്സരിച്ചോട്ടെ. വളരെ മിതത്വത്തോടെ ജോയി അന്ന് മാറി നിന്നതാണ്. അപ്പൊ ജോയിയും ജയിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ഷുവർ സീറ്റ് നിർത്തണം അവര്. ഈ സന്ദീപ് വാര്യരുടെയും ജോയിയുടെയും ഒക്കെ കഥ പറയുമ്പോൾ സന്ദീപ് വാര്യർ സഭയിൽ വരേണ്ടതല്ലേ? ജോയി നിയമസഭയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ അജയ് മോഹൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല, ഞാനും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല. എനിവേ പാലക്കാടിന്റെ വിജയ സാധ്യതയായിരുന്നു സന്ദീപ്. ഇങ്ങനെ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ഈ പറയുന്ന പുറംപോച്ചുകൾ, അതായത് ലീഗ് അവിടെ ലീഗ് വിചാരിച്ച് ലീഗിന് ഇഷ്ടമാണ് സന്ദീപ് വാര്യരെ നിർത്തിയാൽ ലീഗ് പറഞ്ഞു ലീഗ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുറംപോച്ച് പറച്ചിൽ എന്ന് പറയും. വെറുതെ മേനി നടിച്ച് പറയുക എന്ന് പറയും. വെറുതെ മേനി നടിച്ച് പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഈ അന്തർധാര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ അന്തർധാര മനസ്സിലാക്കി വേണം സ്ഥാനാർത്ഥികളെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നിർത്തേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും.